കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ കഞ്ചാവ് വേട്ട. 5 കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. ബാങ്കോക്കിൽ നിന്ന് 15 കിലോ കഞ്ചാവുമായി എത്തിയ 2 സ്ത്രീകളാണ് പിടിയിലായത്. രാജസ്ഥാൻ സ്വദേശി മാൻവി, ഡൽഹി സ്വദേശി സ്വാൻവി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഈ വിമാനമാർഗം വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വലിയ രീതിയിൽ, പ്രത്യേകിച്ചും ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഇവിടേക്ക് എത്തിക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിൽ ഈ കഞ്ചാവ് കേസിൽ പിടിയിലായ ഒരു യുവാവ് തന്നെ തുറന്നു പറഞ്ഞതാണ്. ഇതെങ്ങനെയാണ് ഈ സ്ത്രീകളിലേക്ക്, ഈ യുവതികളിലേക്ക് അന്വേഷണം എത്തുന്നത്? ഏതെങ്കിലും രഹസ്യവിവരത്തിൽ നടത്തിയ പരിശോധനയാണോ ഇവർ പിടിയിലാകുന്നത്? ടോം, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ലഹരി കടത്ത് അത് വ്യാപകമാകുന്നു എന്ന രീതിയിലുള്ള ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. ചിലരെക്കുറിച്ച് വളരെ സോളിഡായ രഹസ്യ വിവരങ്ങളടക്കം കസ്റ്റംസിന് ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഈ അടുത്തിടെയാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് കൂടുതലായിട്ട് കേരളത്തിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ പലയിടങ്ങളിലായിട്ട് ലഹരി കേസുകൾ പിടികൂടുന്നുണ്ട്. വളരെയധികം ലഹരി, പ്രത്യേകിച്ച് കഞ്ചാവ് പോലുള്ള സംഭവങ്ങളെല്ലാം തന്നെ പലരിലേക്കും സുലഭമായി എത്തുന്ന രീതിയെല്ലാം ഉണ്ട്. അതിൻ്റെ ഒരു മുന്തിയ ഇനം ആണ് ഇപ്പോൾ ഈ ഹൈബ്രിഡ് എന്ന പേരിൽ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നത്. ഇങ്ങനെയുള്ള കടത്തും വളരെ കൂടുതലായി വരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇതിൻ്റെ ഒരു കാരിയർമാരാകുന്നത് എന്ന രീതിയിലുള്ള വിവരങ്ങളും കസ്റ്റംസിന് ലഭിക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നിരീക്ഷണം ശക്തമായിരുന്നു. അവർക്ക് കിട്ടിയ വിവരങ്ങൾ പോലെ തന്നെ സ്ത്രീകളാണ് പല കേസുകളിലും അറസ്റ്റായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇതര സംസ്ഥാനത്തു നിന്നുള്ളവരും വിദേശത്തു നിന്ന് വരുന്ന അവരുമെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിയിലായിട്ടുണ്ട്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഡൽഹി, രാജസ്ഥാൻ സ്വദേശിനികളാണ് ഇതിൽ പിടിയിലായിട്ടുള്ളത്. ഇവരൊരു മോഡലാണെന്നും ഒരാൾ മേക്കപ്പ് വുമൺ ആണെന്നും എല്ലാം തന്നെ പറയുന്നുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങൾ കസ്റ്റംസ് അന്വേഷിച്ച് വരികയാണ്. ഇവരിൽ നിന്ന് 15 കിലോ ഗഞ്ചാവ് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ടത് പിടികൂടിയിരിക്കുന്നു. 5 കോടിയോളം രൂപ ഇതിന് മാർക്കറ്റിൽ വില വരുമെന്നാണ് കണക്കാക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. പ്രത്യേകിച്ച് ഡാനി, കളമശ്ശേരി പോളിടെക്നിക് കഞ്ചാവ് കേസിലും മുഖ്യപ്രതികൾ പിടിയിലായെന്ന വിവരമുണ്ടല്ലോ. ബംഗാൾ സ്വദേശികളായ സുഹേൽ ഷേഖ്, അഹിന്ദ എന്നിവരെയാണ് മൂവാറ്റുപുഴയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരുവരുമാണ് വിദ്യാർത്ഥികൾക്ക് ഈ കളമശ്ശേരിയിൽ ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയത് എന്നാണ് പോലീസും കണ്ടെത്തിയിരിക്കുന്നത്. ഇവർ പതിവായി ഈ കളമശ്ശേരി ഉൾപ്പെടുന്ന കോളേജുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് ലഹരി എത്തിക്കുന്ന സംഘത്തിൽപ്പെട്ടവരാണോ? ലഹരി വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്ന സംഘത്തിലെ മുഖ്യ പ്രതികളാണ് ഇവരെന്നാണ് പോലീസ് പറയുന്നത്. ഒരു ഘട്ടത്തിൽ സുഹൈൽ ബായ് എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടി പോലീസ് കാര്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തിയിരുന്നു. അയാൾ തന്നെയാണ് ഈ സുഹൈൽ ഷെയ്ഖ് എന്നതാണ് പോലീസ് ഇപ്പോൾ സമർത്ഥിക്കുന്നത്. കാരണം ഇവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം തുടങ്ങിയത്. ഈ സുഹൈൽ ഷെയ്ഖാണ് ഇവരിൽ നിന്ന്, ഈ പിടിയിലായവരിൽ 3ാം വർഷ വിദ്യാർത്ഥിയായ അനുരാജിൽ നിന്ന് പണം കൈപ്പറ്റിയിരിക്കുന്നത് ഈ സുഹൈൽ ഷെയ്ഖാണ്. ഇവരിൽ നിന്ന് പണം കൈമാറിയതിൻ്റെ വിവരങ്ങളടക്കം ഇയാളിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. അനുരാജിന് ഏതെല്ലാം വിദ്യാർത്ഥികൾ പണം നൽകി എന്നതടക്കമുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 4 കിലോ കഞ്ചാവാണ് ഇവർക്ക് വേണ്ടി നൽകിയതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 2 കിലോ മാത്രമാണ് ഈ പോളിടെക്നിക്കിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റത് ആർക്ക് കൊടുത്തു, ഇവർ മറിച്ചു വിറ്റു എന്നതെല്ലാം തന്നെ പറയുന്നുണ്ട്. പക്ഷേ അതിന് കുറച്ചുകൂടി ആധികാരികത വരേണ്ടതുണ്ട്. ഇത് കഴിഞ്ഞ കുറേ നാളുകളായി നിലനിൽക്കുന്നതാണ് എന്നതാണ്, ഈ ഒരു ശൃംഖല നിലനിൽക്കുന്നതാണ് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇവിടേക്ക് മാത്രമല്ല, മറ്റു പലയിടങ്ങളിലേക്കും, പ്രത്യേകിച്ച് കളമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന മറ്റ് ഹോസ്റ്റലുകളുണ്ട്. അനധികൃതമായ PG സ്റ്റേകളും ഹോസ്റ്റലുകളും എല്ലാം തന്നെയുണ്ട്. ഇവിടങ്ങളിലെ പലരും ഇവരുടെ ഒരു സ്ഥിരം കസ്റ്റമേഴ്സ് ആണെന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പോലീസ് പരിശോധന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പലരിൽ നിന്നും കഞ്ചാവ് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പല കേസുകളും അവിടെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവരിലേക്ക് എത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി ഈ സുഹൈൽ ഷെയ്ഖും ഉൾപ്പെടുന്ന ഒരു റാക്കറ്റാണ് എന്നതാണ് പോലീസിന് ലഭിക്കുന്ന വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഇന്ന് പരിശോധിച്ച സ്പോട്ട് ലൈവിൽ പരിശോധിച്ച ഓരോ കൊലക്കേസുകളും അടിപിടി കേസും ഒക്കെ പരിശോധിച്ചാലും അതിലൊക്കെ ലഹരിയായിരുന്നു വില്ലൻ. അതേ രീതിയിൽ കേരളത്തിലെ യുവാക്കളെ നശിപ്പിക്കുന്ന രീതിയിൽ കേരളത്തിലേക്ക് കഞ്ചാവും MDMA ഉൾപ്പെടെയുള്ള മാരക ലഹരി വസ്തുക്കൾ എത്തിക്കുന്നുണ്ട്. ചില ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ മാത്രമാണ് പോലീസ് പ്രതികളെ പിടികൂടുന്നത്. ഈ ലഹരി സംഘങ്ങളെ അമർച്ച ചെയ്യാൻ വേണ്ടിയുള്ള നടപടികൾ പോലീസും എക്സൈസും കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്യേണ്ടത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.